ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ചിലപ്പോൾ വിചാരിക്കും, ഇങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളെ പള്ളിയിലേക്ക് പോകാൻ മുസ്ലിയാമാർ സമ്മതിക്കുന്നില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് ഞങ്ങളാരും അങ്ങനെ ഒരു തീരുമാനമെടുത്തതല്ല. ഞാൻ പറയട്ടെ, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാതിരിക്കുമോ? എൻ്റെ ഉമ്മ എൻ്റെ കൂടെ സ്വർഗത്തിൽ കടക്കണമെന്ന് ഞാൻ ആശിക്കാതിരിക്കുമോ? അങ്ങനെ കേരളത്തിൽ കഴിഞ്ഞു പോയവരും ജീവിച്ചിരിക്കുന്നവരുമായ ഏത് മുതഅല്ലിമീങ്ങളുണ്ടോ, ഏത് മുഅല്ലിമീങ്ങളുണ്ടോ, ഏത് വലിയ വലിയ ആലിമീങ്ങൾ കഴിഞ്ഞു പോയവരുണ്ടോ, അവരാരും അവരുടെ ഭാര്യമാരെയോ ഉമ്മമാരെയോ പെങ്ങന്മാരെയോ പള്ളിയിലേക്ക് വിളിച്ചില്ലല്ലോ, കൊണ്ടുപോയില്ലല്ലോ. എന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നേതാവ്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരെ വീടാണ് ഖൈറ്, വീടാണ് ഉത്തമമെന്ന് പഠിപ്പിച്ചു. ഏത് നബിയാണത്? അസ്സലാത്തു ഖൈറും മിനൻ നൗം, സുബഹിന്റെ ബാങ്കിനെ വിളിച്ചു പറയാൻ പഠിപ്പിച്ചില്ലേ? നിസ്കാരം ഉറക്കേക്കാൾ ഉത്തമമാണ്. നിസ്കരിക്കുകയാണ് വേണ്ടത്, ഉറങ്ങുകയല്ല സുബഹിന്റെ സമയത്ത്. അതേ നബി നിങ്ങൾ തന്നെയാണ് പഠിപ്പിച്ചത്. വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, സ്ത്രീകൾക്ക് അവരവരുടെ വീടാണ് നിസ്കരിക്കാൻ ഖൈറ്, ഉത്തമം. എന്തുകൊണ്ടാണ് നബി തങ്ങളെ പഠിപ്പിച്ചത്? നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടാണല്ലോ. ഫമാ അലിംതു മിൻഹുന്ന ഇംറഅതൻ ഖറജത് ഇലാ ശുഹൂദി ജുമുഅത്തിൻ വലാ ഇലാ ജമാഅത്തിൻ ഗൈരിഹാ ഫീ ലൈലിൻ വലാ നഹാർ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിയുടെ ഭാര്യമാരോ പെൺകുട്ടികളോ വീട്ടിലുള്ളവരോ പരിചാരകരോ ഒരൊറ്റ സ്ത്രീയും ജുമഅക്കോ ജമാഅത്തിനോ പുറപ്പെട്ടു പോയതായി ഞാൻ ഒട്ടാകെ പരിശോധിച്ചിട്ട് കാണുന്നില്ല. എന്തുകൊണ്ട്? വലൗ കാന ലഹുന്ന ഫീ ദാലിക ഫദ്ലുൻ, അതേ ആ സ്ത്രീകൾക്ക് എങ്ങാനും പള്ളിയിൽ പോകുന്നതിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അമറൂഹുന്ന ബിഹി, അതിനു വേണ്ടി അതാ നബിയും സഹാബത്തും കൽപ്പിക്കുമായിരുന്നു. വല അതിനു ലഹുന്ന ഫീഹി, നബിയും സഹാബത്തും അതിന് സമ്മതം കൊടുക്കുമായിരുന്നു. നബിയും സഹാബത്തും സമ്മതം കൊടുത്തില്ല. എന്തുകൊണ്ട്? സ്ത്രീകളോടുള്ള സ്നേഹമാണത്, സ്ത്രീകൾക്ക് സ്ഥാനം കൊടുത്തതാണത്. കാരണം പുരുഷന്മാരും സ്ത്രീകളുമായി വ്യത്യാസമുണ്ടല്ലോ.